ക്വിസ് ആൻഡ് ഫാക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ 2026 വായനാ ദിനവുമായി ബന്ധപ്പെട്ട് ക്വിസ് മത്സരത്തിൽ ചോദിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന വീഡിയോ ആണ്. വായനാ ദിനവുമായി ബന്ധപ്പെട്ട് നമ്മൾ ആദ്യം തന്നെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. PN പണിക്കരെ പറ്റിയും വായനാ ദിനത്തെ പറ്റിയും എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട 15 ചോദ്യങ്ങളാണ് നമ്മൾ അതിലൂടെ പറഞ്ഞത്. ഇന്ന് നമുക്ക് അതല്ലാത്ത വളരെ പ്രധാനപ്പെട്ട എല്ലാ ക്വിസ് മത്സരങ്ങളിലും ആവർത്തിച്ച് ചോദിക്കുന്ന ചോദ്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. അതിനു മുമ്പ് നമ്മുടെ മറ്റെല്ലാ വീഡിയോസിലും ഉള്ളതുപോലെ തന്നെ ഒരു ബോണസ് ക്വസ്റ്റ്യൻ ഈ വീഡിയോയുടെ അവസാനം നൽകിയിട്ടുണ്ട്. ബോണസ് ക്വസ്റ്റ്യൻ എന്താണെന്നാൽ വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് വേണ്ടി നൽകുന്ന ചോദ്യമാണ്. അതിന്റെ ഉത്തരം ആരാണോ കമന്റ് ബോക്സിൽ ആദ്യം കമന്റ് ചെയ്യുന്നത് അവരെ നമ്മൾ വിന്നറായിട്ട് പ്രഖ്യാപിക്കുന്നതാണ്. അതാണ് ബോണസ് ക്വസ്റ്റ്യന്റെ സ്പെഷ്യാലിറ്റി. അപ്പോൾ ആ ഒരു ബോണസ് ക്വസ്റ്റ്യൻ ഈ വീഡിയോയുടെ അവസാനം നൽകിയിട്ടുണ്ട്. എല്ലാവരും വീഡിയോ അവസാനം വരെ കാണുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. PN പണിക്കരെ പറ്റിയും വായനാ ദിനവുമായി ബന്ധപ്പെട്ട ഏറ്റവും ബേസിക് ആയ ചോദ്യങ്ങൾ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞതാണ്. ഈ വീഡിയോയിലെ ഒന്നാമത്തെ ചോദ്യം, ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്ന പ്രശസ്ത മലയാള എഴുത്തുകാരൻ ആരാണ്? ഉത്തരം ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്ന പ്രശസ്ത മലയാള എഴുത്തുകാരൻ വൈക്കം മുഹമ്മദ് ബഷീർ ആണ്. കോഴിക്കോട്ടെ ബേപ്പൂരിലായിരുന്നു ബഷീർ താമസിച്ചിരുന്നത്. അദ്ദേഹത്തിന്റെ സരസമായ എഴുത്തുശൈലിയും ജനപ്രീതിയും കാരണമാണ് പ്രേക്ഷകരും സുഹൃത്തുക്കളും അദ്ദേഹത്തെ ബേപ്പൂർ സുൽത്താൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് കോഴിക്കോട്ടെ ബേപ്പൂരിലായിരുന്നു ബഷീർ താമസിച്ചിരുന്നത്? അതുകൊണ്ടാണ് അദ്ദേഹം ബേപ്പൂർ സുൽത്താൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് എന്ന് കൂടി ഓർത്തിരിക്കുക. ഉത്തരം ബേപ്പൂർ സുൽത്താൻ. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാൻ പറയുകയാണ്, നമ്മൾ ഓരോ ചോദ്യത്തിന് ശേഷവും വെറുതെ ഉത്തരം മാത്രമല്ല പറയുന്നത്, അതുമായി ബന്ധപ്പെട്ട ധാരാളം അഡീഷണൽ ഇൻഫർമേഷൻ കൂടി പറയുന്നുണ്ട്. നിങ്ങൾ ഇത് സാധാരണ ഒരു ക്വിസ് വീഡിയോ കേട്ടിരിക്കുന്നത് പോലെ ഇരിക്കാതെ നിങ്ങളുടെ സ്കൂളുകളിൽ അറ്റൻഡ് ചെയ്യുന്ന ഒരു ക്ലാസ് പോലെ തന്നെ കേട്ടിരിക്കുക. അതുപോലെ തന്നെ അതിൻ്റെ നോട്ട് കൂടി രേഖപ്പെടുത്തി വെക്കുക. നോട്ട് രേഖപ്പെടുത്തി വെക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഓർമ്മയിലേക്ക് അത് വീണ്ടും അടിച്ചേൽപ്പിക്കുന്നത് പോലെ നിങ്ങളുടെ ഓർമ്മയിലേക്ക് അത് വീണ്ടും നിൽക്കുന്നതാണ്. ക്വിസിൽ നിങ്ങൾക്കത് പെട്ടെന്ന് ഓർമ്മ വരുന്നതാണ്. വെറും 15 ചോദ്യങ്ങളും ഉത്തരങ്ങളും മാത്രമല്ല നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. ഓരോ ചോദ്യത്തിൻ്റെ ഉത്തരവുമായി ബന്ധപ്പെട്ട് അഡീഷണൽ ഇൻഫർമേഷൻ പറയുന്നുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ ആണ്. ക്വിസുകളിൽ എപ്പോഴും ചോദിച്ച് കാണുന്നതായതുകൊണ്ടാണ് നമ്മൾ അഡീഷണൽ ഇൻഫർമേഷൻ എടുത്ത് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാവരും നോട്ട് എഴുതി വെക്കുക എന്ന് തന്നെയാണ് നമ്മൾ പറയുന്നത്. നമുക്കിനി രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു. ചെമ്മീൻ എന്ന പ്രശസ്തമായ നോവലിനെ പറ്റി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ചെമ്മീൻ എന്ന നോവലിലെ പ്രധാന പ്രണയ ജോഡികൾ ആരെല്ലാമാണ്? ആദ്യം തന്നെ ഉത്തരത്തിലേക്ക് കടക്കാം. ചെമ്മീൻ എന്ന നോവലിലെ പ്രധാന പ്രണയ ജോഡികളുടെ പേര് കറുത്തമ്മയും പരീക്കുട്ടിയും എന്നാണ്. ഈ പേര് മറക്കരുത്. ഇനി നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട അഡീഷണൽ ഇൻഫർമേഷനിലേക്ക് കടക്കാം. ആദ്യം തന്നെ ചെമ്മീൻ എന്ന നോവൽ എഴുതിയിരിക്കുന്നത് തകഴി ശിവശങ്കര പിള്ളയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ ആണ്. ചെമ്മീൻ എന്ന നോവൽ എഴുതിയിരിക്കുന്നത് തകഴി ശിവശങ്കര പിള്ള. പിന്നീട് ആരാണ് ഇത് സിനിമയാക്കിയത് എന്ന് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. പിന്നീട് ഇത് സിനിമയാക്കി മാറ്റിയത് രാമു കാര്യാട്ട് ആയിരുന്നു. ആരാണ്? രാമു കാര്യാട്ട്. ചെമ്മീൻ എന്ന നോവലിനെ പറ്റി അറിയാത്തവർക്ക് വേണ്ടി പറയാം. കടപ്പുറത്തെ മനുഷ്യരുടെ ജീവിതവും പ്രണയവും വിശ്വാസങ്ങളും പറയുന്ന ഈ ഒരു നോവൽ തകഴി ശിവശങ്കര പിള്ളയാണ് രചിച്ചിരിക്കുന്നത്. പിന്നീട് സിനിമയാക്കി മാറ്റിയത് രാമു കാര്യാട്ട്. മൂന്നാമത്തെ ചോദ്യം, ആനന്ദൻ എന്നത് ഏത് പ്രശസ്ത മലയാള എഴുത്തുകാരന്റെ യഥാർത്ഥ നാമമാണ്? വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ആനന്ദൻ എന്ന തൂലികാനാമത്തിൽ കൃതികൾ രചിക്കുന്നത് പി സച്ചിദാനന്ദനാണ്. വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഈ ചോദ്യം നേരെ തിരിച്ചും ചോദിക്കാൻ സാധ്യതയുണ്ട്. പി സച്ചിദാനന്ദൻ തൂലികാനാമം എന്താണ് എന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഉത്തരം ഓർത്തിരിക്കുക, ആനന്ദൻ എന്നാണ്. ഇദ്ദേഹത്തിന്റെ 2 പ്രധാനപ്പെട്ട കൃതികൾ കൂടി ഞാൻ ഇതിന്റെ കൂടെ പറയുകയാണ്. ആൾക്കൂട്ടം, അതുപോലെ തന്നെ മരുഭൂമികൾ ഉണ്ടാകുന്നത്. ഈ 2 നോവലുകളും വളരെ പ്രധാനപ്പെട്ടതാണ്. ചിലപ്പോൾ ഈ നോവലുകൾ ആരുടേതാണ് എന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട്. ആൾക്കൂട്ടം, അതുപോലെ തന്നെ മരുഭൂമികൾ ഉണ്ടാകുന്നത്. ഈ 2 നോവലുകളും രചിച്ചിരിക്കുന്നത് പി സച്ചിദാനന്ദനാണ്. അദ്ദേഹത്തിന്റെ തൂലികാനാമമാണ് ആനന്ദൻ. നാലാമത്തെ ചോദ്യവും ഇതുപോലെ തന്നെ തൂലികാനാമവുമായി ബന്ധപ്പെട്ടതാണ്. തൂലികാനാമവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വായനാ ദിനത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. ചോദ്യം ഇതാണ്, കോവിലൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന നോവലിസ്റ്റ് ആരാണ്? കോവിലൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് ആര്?
ഉത്തരം വി വി അയ്യപ്പൻ. കോവിലൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് വി വി അയ്യപ്പനാണ്. അദ്ദേഹത്തിൻ്റെ പട്ടാള ബാക്ക്ഗ്രൗണ്ടിലുള്ള വളരെ പ്രശസ്തമായ നോവലാണ് താഴ്വരകൾ. അതുപോലെ തന്നെ അദ്ദേഹത്തിന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിക്കൊടുത്തത് തട്ടകം എന്ന നോവലാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിന് വളരെ പ്രധാനപ്പെട്ട, എപ്പോഴും ക്വിസ് മത്സരത്തിൽ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, തോറ്റങ്ങൾ എന്ന കൃതി എഴുതിയതാരാണ്? അതും വി വി അയ്യപ്പൻ്റെ തന്നെ കൃതിയാണ്. അപ്പോൾ വി വി അയ്യപ്പൻ കോവിലൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ 3 പ്രധാനപ്പെട്ട കൃതികൾ, താഴ്വരകൾ അദ്ദേഹത്തിന്റെ മിലിറ്ററി ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് രചിക്കപ്പെട്ട ഒരു നോവലാണ്, തട്ടകം, അതുപോലെ തന്നെ തോറ്റങ്ങൾ. ഇത് 3ഉം വി വി അയ്യപ്പന്റെ കൃതികളാണ്. വീഡിയോയിലെ 5ാമത്തെ ചോദ്യം, ഒ വി വിജയന്റെ ഖസാക്കിന്റെ ഇതിഹാസം എന്ന നോവലിലെ പ്രധാന കഥാപാത്രം ആരാണ്? ആദ്യം തന്നെ ഉത്തരം പറയാം. രവി എന്നാണ് ഖസാക്കിന്റെ ഇതിഹാസം എന്ന നോവലിലെ പ്രധാന കഥാപാത്രത്തിന്റെ പേര്. ഇനി നമുക്ക് അധിക വിവരങ്ങളിലേക്ക് കടക്കാം. മലയാള നോവൽ സാഹിത്യത്തെ തന്നെ ഖസാക്കിന് മുൻപും ഖസാക്കിന് ശേഷവും എന്ന് നമുക്ക് പറയാൻ പറ്റും. അത്രത്തോളം മലയാള സാഹിത്യത്തെ സ്വാധീനിച്ച ഒരു കൃതിയാണ് ഖസാക്കിന്റെ ഇതിഹാസം. അപ്പോൾ അത് എഴുതിയ വ്യക്തിയുടെ പേര്, അതായത് ഈ ഒരു കൃതി രചിച്ച ആളുടെ പേര് നമ്മുടെ ചോദ്യത്തിൽ തന്നെയുണ്ട്. അഥവാ ശ്രദ്ധിച്ചില്ല എങ്കിൽ ഇപ്പോൾ പഠിക്കുക. ഖസാക്കിന്റെ ഇതിഹാസം എന്ന കൃതി രചിച്ചിരിക്കുന്നത് ഒ വി വിജയനാണ്. ഇതൊരു നോവൽ കൃതിയാണ് എന്ന് കൂടി അറിഞ്ഞിരിക്കുക. അപ്പോൾ ഇതിലെ പ്രധാനപ്പെട്ട കഥാപാത്രത്തിന്റെ പേരാണ് ഇപ്പോൾ പറഞ്ഞത്. രവി എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഓക്കെ. തൻ്റെ പാപബോധങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ കൂമൻകാവ് എന്ന ഗ്രാമത്തിലെ ഏകാധ്യാപക വിദ്യാലയത്തിൽ എത്തുന്ന രവി എന്ന യുവാവാണ് ഇതിലെ പ്രധാന കഥാപാത്രം എന്നാണ് പറയാനുള്ളത്. വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഒ വി വിജയൻ എന്ന വ്യക്തിയാണ്, ഒ വി വിജയനാണ് ഈ ഒരു കൃതി രചിച്ചിരിക്കുന്നത്. കൃതിയുടെ പേര് ഖസാക്കിന്റെ ഇതിഹാസം. 6ാമത്തെ ചോദ്യം, അപ്പുക്കിളി എന്ന അമരമായ കഥാപാത്രം ഏത് നോവലിലേതാണ്? ഉത്തരം ഖസാക്കിന്റെ ഇതിഹാസം. നമ്മൾ തൊട്ടു മുമ്പ് പറഞ്ഞ ഖസാക്കിന്റെ ഇതിഹാസം എന്ന നോവലിലെ മറ്റൊരു കഥാപാത്രമാണ് അപ്പുക്കിളി. ഇനി നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കേണ്ട കാര്യം ഞാൻ പറഞ്ഞു തരാം. ഒ വി വിജയന്റെ വിഖ്യാത കൃതിയായ ഖസാക്കിന്റെ ഇതിഹാസത്തിലെ ഏറ്റവും നിഷ്കളങ്കനും വായനക്കാരുടെ മനസ്സിൽ ഇന്നും ജീവിക്കുന്നതുമായ ഒരു കഥാപാത്രമാണ് അപ്പുക്കിളി. ഓക്കെ, വളരെ പ്രധാനപ്പെട്ട കഥാപാത്രമാണ് അപ്പുക്കിളി. ഏതാണ് നോവൽ? നമ്മൾ ഇപ്പോൾ പറഞ്ഞതും തൊട്ടു മുമ്പ് പറഞ്ഞതുമായ ഒ വി വിജയന്റെ ഖസാക്കിന്റെ ഇതിഹാസം. വീഡിയോയിലെ 7ാമത്തെ ചോദ്യം, ഉറൂബ് എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരൻ ആരാണ്? ഉറൂബ് എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരൻ ആര്? ഉത്തരം പി സി കുട്ടിക്കൃഷ്ണൻ. പി സി കുട്ടിക്കൃഷ്ണനാണ് ഉറൂബ് എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത്. ഉറൂബ് എന്നത് ഒരു അറബി വാക്കാണ്. അതിനർത്ഥം സുന്ദരനായ യുവാവ് എന്നാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന ആളുടെ പേര് ഞാൻ ഒന്നുകൂടി പറയുന്നു. ഉത്തരം പി സി കുട്ടിക്കൃഷ്ണൻ. ഇദ്ദേഹത്തിന്റെ പ്രശസ്തമായ 3 നോവൽ കൂടി പഠിച്ചിരിക്കുക. നിത്യയൗവനമുള്ളവർ, അതുപോലെ തന്നെ സുന്ദരികളും സുന്ദരന്മാരും, ഉമ്മാച്ചു. ഈ 3 പ്രശസ്ത നോവലുകളും രചിച്ചിരിക്കുന്നത് പി സി കുട്ടിക്കൃഷ്ണനാണ്. അദ്ദേഹത്തിന്റെ തൂലികാനാമമാണ് ഇപ്പോൾ പറഞ്ഞത് ഉറൂബ്. 8ാമത്തെ ചോദ്യം, മാലി എന്ന തൂലികാനാമത്തിൽ കുട്ടികൾക്കായി ധാരാളം പുസ്തകങ്ങൾ എഴുതിയത് ആരാണ്? ഉത്തരം വി മാധവൻ നായർ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. മാലി എന്ന തൂലികാനാമത്തിൽ കുട്ടികൾക്കായി ധാരാളം പുസ്തകങ്ങൾ എഴുതിയ ആളാണ് വി മാധവൻ നായർ. കുട്ടികൾക്കായി പുരാണ കഥകൾ വളരെ ലളിതമായ ഭാഷയിൽ ഇദ്ദേഹം എഴുതിയിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രശസ്തമായ കൃതികൾ മാലി രാമായണം, മാലി ഭാരതം, സർക്കസ് എന്നിവയാണ്. അപ്പോൾ ഈ ചോദ്യം മറക്കരുത്. കുട്ടികളുമായി ബന്ധപ്പെട്ടതായതുകൊണ്ട് ചോദിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മാലി എന്ന തൂലികാനാമത്തിൽ എഴുതുന്ന ആളുടെ പേര് വി മാധവൻ നായർ. പ്രശസ്തമായ കൃതികൾ മാലി രാമായണം, മാലി ഭാരതം, അതുപോലെ തന്നെ സർക്കസ്. 9ാമത്തേത് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, വിലാസിനി എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന നോവലിസ്റ്റ് ആരാണ്? വിലാസിനി എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന നോവലിസ്റ്റ് ആര്? ഉത്തരം എം കെ മേനോൻ. വിലാസിനി എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന നോവലിസ്റ്റാണ് എം കെ മേനോൻ. വിലാസിനി എന്ന് കേൾക്കുമ്പോൾ ഏതെങ്കിലും സ്ത്രീ എഴുത്തുകാരിയായിരിക്കും ഈ ഒരു തൂലികാനാമത്തിന്റെ ഉടമ എന്ന് വിചാരിക്കരുത്. ഉത്തരം എം കെ മേനോൻ ആണ്. എന്താണ് എം കെ മേനോന്റെ പ്രത്യേകത എന്ന് ചോദിക്കുകയാണെങ്കിൽ, മലയാളത്തിലെ ഏറ്റവും വലിയ നോവൽ എന്നറിയപ്പെടുന്ന അവകാശികൾ എഴുതിയിരിക്കുന്നത് ഈ വിലാസിനി എന്ന നാമത്തിലാണ്. ആരാണ് ഇത് എഴുതിയിരിക്കുന്നത്? എം കെ മേനോൻ ആണ്. 4 വാല്യങ്ങളിലായിട്ടാണ് ഈ ഒരു നോവൽ കിടക്കുന്നത്. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്
അവാർഡ് വരെ അവകാശികൾ എന്ന നോവലിന് രചിച്ചിട്ടുണ്ട്. അത് എഴുതിയ ആളുടെ പേര് MK മേനോൻ. അദ്ദേഹത്തിന്റെ തൂലികാനാമം വിലാസിനി. വീഡിയോയിലെ 10ാമത്തെ ചോദ്യം, ഒളപ്പമണ്ണ എന്ന പേരിൽ അറിയപ്പെടുന്ന പ്രശസ്ത മലയാള കവി ആരാണ്? ഒളപ്പമണ്ണ എന്ന പേരിൽ അറിയപ്പെടുന്ന പ്രശസ്ത മലയാള കവി ആര്? ഉത്തരം OM സുബ്രഹ്മണ്യൻ നമ്പൂതിരിപ്പാട്. ഒളപ്പമണ്ണ എന്ന പേരിൽ അറിയപ്പെടുന്നത് OM സുബ്രഹ്മണ്യൻ നമ്പൂതിരിപ്പാടാണ്. ഒളപ്പമണ്ണ മനയ്ക്കൽ ജനിച്ചതുകൊണ്ടാണ് അദ്ദേഹം ഈ പേരിൽ അറിയപ്പെടുന്നത്. നങ്ങേമക്കുട്ടി എന്ന അദ്ദേഹത്തിന്റെ കാവ്യം മലയാള സാഹിത്യത്തിലെ വളരെ പ്രശസ്തമായ ഒരു കൃതിയാണ്. എന്താണ് കൃതിയുടെ പേര്? നങ്ങേമക്കുട്ടി. അതുപോലെ തന്നെ ഒളപ്പമണ്ണ എന്നാണ് ഇദ്ദേഹത്തിന്റെ തൂലികാനാമം. എന്താണ് ശരിക്കുള്ള പേര്? OM സുബ്രഹ്മണ്യൻ നമ്പൂതിരിപ്പാട്. 11ാമത്തെ ചോദ്യവും തൂലികാനാമവുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. തിക്കോടിയൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന പ്രശസ്ത നാടകകൃത്ത് ആരാണ്? ഉത്തരം P. കുഞ്ഞനന്ദൻ നായർ. അതായത് തിക്കോടിയൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് P. കുഞ്ഞനന്ദൻ നായർ ആണ്. കോഴിക്കോട് തിക്കോടി സ്വദേശി ആയതിനാലാണ് അദ്ദേഹം ഈ ഒരു പേര് സ്വീകരിച്ചിരിക്കുന്നത്. ആകാശവാണിയിൽ ഇദ്ദേഹം കുറെ കാലം ജോലി ചെയ്തിരുന്നു. ഇദ്ദേഹത്തിന്റെ ആത്മകഥയുടെ പേര് പഠിച്ചിരിക്കുക. അരങ്ങ് കാണാത്ത നടൻ എന്നാണ് ഇദ്ദേഹത്തിന്റെ ആത്മകഥയുടെ പേര്. അപ്പോൾ ഈ ഒരു ചോദ്യത്തിലൂടെ നമ്മൾ പഠിച്ചിരിക്കുന്നത് തിക്കോടിയൻ എന്നത് P. കുഞ്ഞനന്ദൻ നായരുടെ തൂലികാനാമമാണ്. അദ്ദേഹം കോഴിക്കോട് തിക്കോടി സ്വദേശി ആയതുകൊണ്ടാണ് അദ്ദേഹം ഈ ഒരു നാമം സ്വീകരിച്ചിരിക്കുന്നത്. ആകാശവാണിയിൽ ഇദ്ദേഹം ജോലി ചെയ്തിരുന്നു. ഇദ്ദേഹത്തിന്റെ ആത്മകഥയുടെ പേര് അരങ്ങ് കാണാത്ത നടൻ. വീഡിയോയിലെ 12ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു. അമ്മ എന്ന ലോക പ്രശസ്തമായ നോവൽ എഴുതിയ വിദേശ എഴുത്തുകാരൻ ആരാണ്? ഉത്തരം മാക്സിം ഗോർക്കി. അമ്മ എന്ന ലോക പ്രശസ്തമായ നോവൽ എഴുതിയ വിദേശ എഴുത്തുകാരൻ്റെ പേരാണ് മാക്സിം ഗോർക്കി. ഇദ്ദേഹം ഒരു റഷ്യൻ എഴുത്തുകാരനായിരുന്നു എന്ന് ഓർത്തിരിക്കുക. ഇദ്ദേഹത്തിൻ്റെ ദി മദർ എന്ന കൃതിയാണ്, ഈ ഒരു ദി മദർ എന്ന നോവൽ എല്ലാവരെയും സ്വാധീനിച്ചിരുന്നു, ലോകമെമ്പാടുമുള്ള വായനക്കാരെ സ്വാധീനിച്ചിരുന്നു. അതാണ് പിന്നീട് മലയാളത്തിലേക്ക് അമ്മ എന്ന പേരിൽ തർജ്ജമ ചെയ്യപ്പെട്ടത്, അതായത് വിവർത്തനം ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇത് എഴുതിയിരിക്കുന്നത് മാക്സിം ഗോർക്കിയാണ്. അദ്ദേഹം ഒരു റഷ്യൻ എഴുത്തുകാരനാണ്. 13ാമത്തെ ചോദ്യം, മലയാളത്തിലെ ഏറ്റവും പ്രശസ്തമായ യാത്രാ വിവരണ ഗ്രന്ഥങ്ങളിൽ ഒന്നായ കാപ്പിരികളുടെ നാട്ടിൽ എഴുതിയത് ആരാണ്? യാത്രാ വിവരണം എന്ന മലയാള സാഹിത്യം പറയുമ്പോൾ തന്നെ എല്ലാവർക്കും ഓർമ്മ വരുന്ന ആളാണ് SK പൊറ്റക്കാട്. അദ്ദേഹത്തിൻ്റെ തന്നെ വളരെ പ്രശസ്തമായൊരു യാത്രാ വിവരണ ഗ്രന്ഥമാണ് കാപ്പിരികളുടെ നാട്ടിൽ. എഴുതിയിരിക്കുന്നത് നമ്മൾ തൊട്ടു മുമ്പ് പറഞ്ഞു SK പൊറ്റക്കാട്. ആഫ്രിക്കൻ രാജ്യങ്ങളിലൂടെ താൻ നടത്തിയ ദീർഘയാത്രകളെ അടിസ്ഥാനമാക്കിയാണ് SK പൊറ്റക്കാട് കാപ്പിരികളുടെ നാട്ടിൽ എന്ന ഗ്രന്ഥം രചിച്ചിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. എഴുതിയിരിക്കുന്നത് SK പൊറ്റക്കാട്. കൃതിയുടെ പേര് കാപ്പിരികളുടെ നാട്ടിൽ. 14ാമത്തെ ചോദ്യം, ജ്ഞാനപീഠ പുരസ്കാരം നേടിയ ആദ്യത്തെ കവി G. ശങ്കരക്കുറുപ്പ് ഏത് പേരിലാണ് പൊതുവെ അറിയപ്പെട്ടിരുന്നത്? നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞിരുന്നു. ജ്ഞാനപീഠ പുരസ്കാരം നേടിയ ആദ്യത്തെ മലയാള കവിയാണ് G. ശങ്കരക്കുറുപ്പ്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഏത് കൃതിക്കാണ് ഈ ഒരു അവാർഡ് ലഭിച്ചത് എന്ന് കൂടി ഓർത്തിരിക്കുക. അദ്ദേഹത്തിൻ്റെ ഓടക്കുഴൽ എന്ന് പറയുന്ന കൃതിക്കാണ് ഈ ഒരു അവാർഡ് ലഭിച്ചിരിക്കുന്നത്. ഏതാണ് അവാർഡ്? ജ്ഞാനപീഠ പുരസ്കാരം. വെറും 6 മലയാളികൾക്ക് മാത്രമാണ് ഈ ഒരു അവാർഡ് ഇതുവരെ ലഭിച്ചിരിക്കുന്നത്. അതാദ്യം ലഭിച്ച വ്യക്തിയാണ് G. ശങ്കരക്കുറുപ്പ്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിനെ പരിചയപ്പെടുത്തുകയാണ്. ക്വിസ് ആൻഡ് ഫാക്ട്സിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ ചോദ്യങ്ങളും ഉത്തരങ്ങളും നിങ്ങൾക്ക് PDF രൂപത്തിൽ ലഭിക്കുന്നതാണ്. ഈ ഒരു PDF ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് എളുപ്പത്തിൽ പഠിക്കാൻ സാധിക്കും. അപ്പോൾ PDF വേണ്ടവർ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. 15ാമത്തെ ചോദ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യം. മാധവിക്കുട്ടി അല്ലെങ്കിൽ കമല്ല സുരയ്യ ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ ഉപയോഗിച്ചിരുന്ന പേരെന്തായിരുന്നു? മാധവിക്കുട്ടി അല്ലെങ്കിൽ കമല്ല സുരയ്യ ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ ഉപയോഗിച്ചിരുന്ന പേര് കമലാദാസ് എന്നാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യമാണ്, വളരെ പ്രധാനപ്പെട്ടതാണ്. കമലാദാസ് എന്നായിരുന്നു ഈ ഒരു കവി
ഇംഗ്ലീഷിൽ കൃതികൾ എഴുതുമ്പോൾ ഉപയോഗിച്ചിരുന്ന തൂലികാനാമം. ഇനി നമുക്ക് നിങ്ങളെല്ലാവരും കാത്തിരിക്കുന്ന ഈ ഒരു വീഡിയോയിലെ ബോണസ് ചോദ്യത്തിലേക്ക് കടക്കാം. ചോദ്യം ഇതാണ്: ഹാരി പോട്ടർ പുസ്തക പരമ്പരയുടെ രചയിതാവ് ആരാണ്? ഹാരി പോട്ടർ എന്ന പുസ്തക സീരീസ് രചിച്ചിരിക്കുന്നത് ആരാണ്? ഉത്തരമറിയുന്ന എല്ലാവരും കമൻറ്റ് ബോക്സിൽ ഉത്തരം രേഖപ്പെടുത്തുക. ഉത്തരത്തിൻ്റെ കൂടെ നിങ്ങളുടെ പേര് കൂടി രേഖപ്പെടുത്താൻ മറക്കരുത്. അപ്പോൾ ഈ ഒരു വീഡിയോ അവസാനം വരെ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഒന്നുകൂടി ഞാൻ പറയുന്നു, ഈ ഒരു ക്ലാസ് കേട്ട ഉടൻ വെറും 15 ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരം മാത്രമായി നിങ്ങൾ പഠിക്കരുത്. നമ്മൾ പറഞ്ഞ അഡീഷണൽ ഇൻഫർമേഷൻ ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവണം. വളരെ പ്രധാനപ്പെട്ടതാണ് അതൊക്കെ. വെറുതെ 15 ചോദ്യങ്ങളും ഉത്തരങ്ങളും മാത്രം പഠിച്ചത് കൊണ്ട് ഒരു കാര്യവുമില്ല. 15 ചോദ്യങ്ങൾ മാത്രമാണ് പറഞ്ഞതെങ്കിലും ഒരു 30-35 ചോദ്യങ്ങളുടെ കണ്ടന്റ് നമ്മൾ പറഞ്ഞു തന്നിട്ടുണ്ട്. എല്ലാവരും അത് നിർബന്ധമായും പഠിച്ചിരിക്കണം. ബോണസ് ക്വസ്റ്റ്യൻ്റെ ഉത്തരം കമൻറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഈ ഒരു ക്ലാസ്സിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം കൂടി അതിനോടൊപ്പം കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബോണസ് ക്വസ്റ്റ്യൻ്റെ ഉത്തരവും അതുപോലെ തന്നെ വിന്നറിനെയും നമ്മൾ അടുത്ത വീഡിയോയിൽ പ്രഖ്യാപിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ അവസാനം വരെ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇതുപോലെയുള്ള വീഡിയോകൾക്ക് വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.